സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ നമ്മോടൊപ്പമുള്ളത് BJP വക്താവ് അഡ്വക്കേറ്റ് ജയസൂര്യനാണ്. സർ, ഈ കഴിഞ്ഞ ദിവസം എത്തനോൾ പെട്രോളിൻ്റെ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഈ പെട്രോളിൽ എത്തനോൾ കലർത്തി വിൽക്കുന്നത് നല്ലതാണെന്നും അല്ലെങ്കിൽ അത് നമുക്ക് ലാഭകരമാണ് എന്ന ചർച്ചകളൊക്കെ നിൽക്കുമ്പോൾ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്കെതിരെ ഒരു ആരോപണമുണ്ടായിരുന്നു. ആ ആരോപണത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞതായാണ് പറയപ്പെടുന്നത്. സർ, എന്തായിരുന്നു ആ ആരോപണം? അദ്ദേഹത്തിൻ്റെ മറുപടി എന്തായിരുന്നു? എത്തനോൾ പെട്രോളിൽ കലർത്തിയാൽ വാഹനങ്ങളുടെ മൈലേജ് കുറയും എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ ആരോപണം. രണ്ടാമത്തെ ആരോപണം യന്ത്രഭാഗങ്ങൾ കേടുവരും എന്നും അതുപോലെ ഈ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് സാമ്പത്തിക നഷ്ടം വരും എന്നൊക്കെയായിരുന്നു ആരോപണം. എന്നാൽ ഈ ആരോപണം അദ്ദേഹം വളരെ ശക്തമായി നേരിടുകയാണ് ഉണ്ടായത്. നിതിൻ ഗഡ്കരി ചോദിച്ചു, വർഷങ്ങളോളം നീണ്ടുനിന്ന പരീക്ഷണങ്ങൾക്കൊടുവിലാണ് എത്തനോൾ പെട്രോൾ പുറത്തിറക്കുന്നതും എത്തനോൾ പെട്രോളുമായി കൂട്ടിക്കലർത്തി വിതരണം ചെയ്യുന്നത്. ഇന്ന് രാജ്യത്ത് വിതരണം ചെയ്യുന്ന എല്ലാ പെട്രോളും 20% വരെ എത്തനോൾ കലർത്തിയതാണ്. പക്ഷേ ഈ വാർത്ത പുറത്തു വിടുന്നത് വരെ ആർക്കും യാതൊരു കുറ്റവും ഉണ്ടായിരുന്നില്ല. വാർത്ത പുറത്തു വന്നപ്പോഴാണ് ആരോപണങ്ങളും കുറ്റാരോപണങ്ങളും എല്ലാം ഉണ്ടായത്. അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യം ഇതാണ്: എത്തനോൾ കലർത്തി ഉപയോഗിച്ച പെട്രോൾ അതിലോടുന്ന ഏതെങ്കിലും ഒരു വാഹനത്തിന് എന്തെങ്കിലും ഒരു കേട് വന്നതായി ആരെങ്കിലും തെളിയിക്കാമോ? ഇതായിരുന്നു അദ്ദേഹത്തിന്റെ വെല്ലുവിളി. പക്ഷെ ആരും അതിന് മുന്നോട്ട് വന്നില്ല. ആരും ആ വെല്ലുവിളി ഏറ്റെടുത്തിട്ടുമില്ല. ഇന്ന് വരെ എത്തനോൾ കലർത്തിയ പെട്രോൾ ഉപയോഗിച്ചു എന്നതിന്റെ പേരിൽ ഒരു വാഹനം പോലും വഴിയിൽ കിടന്നിട്ടില്ല. ഒരു പ്രശ്നവും ഒരിടത്തും റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് കേവലം ഒരു ആരോപണത്തിന് വേണ്ടി മാത്രമുള്ള ആരോപണമായിരുന്നു എന്ന് വേണം കരുതാൻ. പക്ഷേ എന്റെ അഭിപ്രായത്തിൽ അത് മാത്രമല്ല അതിന് കാരണം. നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ പുതിയത് എന്തു വന്നാലും അതിനെ അന്ധമായിട്ട് എതിർക്കുക എന്നുള്ളത് നമ്മുടെ നാടിന്റെ ഒരു പ്രത്യേകതയാണ്. നമുക്ക് കേരളത്തിൽ ഇരുന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ ഇത് വളരെ പെട്ടെന്ന് മനസ്സിലാവും. കാരണം ഇന്ത്യയിലെ മറ്റ് 28 സംസ്ഥാനങ്ങളെക്കാൾ നെഗറ്റീവായി കാര്യങ്ങളെ കാണാനും വ്യാജ വാർത്ത പ്രചരിപ്പിക്കാനും ഏറ്റവും മിടുക്കരായിട്ടുള്ള ആൾക്കാർ മലയാളികളാണ്. ഇത് പണ്ട് മുതലുള്ള ഒരു പാരമ്പര്യവും കൂടിയാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് പാലങ്ങൾ വന്ന കാലത്ത് കടത്തുവള്ളക്കാരുടെ ജോലി പോകും എന്ന് പറഞ്ഞ് സമരമുണ്ടായ നാടാണ് കേരളം. അതുകൊണ്ട് പാലത്തിനെതിരെ സമരം നടത്തി. അതിനുശേഷമോ സൈക്കിൾ റിക്ഷയ്ക്ക് പകരം ഓട്ടോറിക്ഷ വന്നപ്പോൾ അതിനേക്കാൾ വലിയ സമരം. ഓട്ടോറിക്ഷ ശരിയല്ല എന്നുള്ളതായിരുന്നു സമരം. പിന്നീട് കമ്പ്യൂട്ടർ വന്നപ്പോൾ, ട്രാക്ടർ വന്നപ്പോൾ ഒക്കെ തന്നെ കൊടുമ്പിരി കൊള്ളുന്ന സമരമായിരുന്നു. ജോലി തിന്നുന്ന ഭീമൻ എന്നൊക്കെയാണ് അന്ന് പത്രങ്ങളിൽ ഹെഡിങ് കൊടുത്തത്. കമ്പ്യൂട്ടർ വന്നാൽ പിന്നെ ജോലിക്കാർ വേണ്ട, എല്ലാം കമ്പ്യൂട്ടർ തന്നെ ചെയ്യും, അപ്പോൾ കൂട്ടത്തോടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ പിരിച്ചുവിടും എന്നൊക്കെ പറഞ്ഞ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ യൂണിയനുകൾ വലിയ തോതിൽ ഭീതി പരത്തിയതും നമുക്കറിയാം. എന്തിനേറെ, ഏറ്റവും അവസാനം ഡിജിറ്റൽ മണി വന്ന കാലത്ത് നമ്മുടെ തോമസ് ഐസക് എന്ന് പറയുന്ന മുൻ ധനകാര്യമന്ത്രി, ഡോക്ടറേറ്റൊക്കെയുള്ള ആളാ എന്ന് പറയപ്പെടുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, ഇതൊക്കെ പച്ചമീൻ കച്ചവടക്കാരും പച്ചക്കറി കച്ചവടക്കാരും ഒക്കെ എങ്ങനെ കൈകാര്യം ചെയ്യും? ഇതായിരുന്നു ചോദ്യം. ഇന്നിപ്പോ കേരളത്തിന്റെ തെരുവോരങ്ങളിലൂടെ യാത്ര ചെയ്താൽ നമുക്ക് QR കോഡ് അല്ലാതെ ഒന്നും കാണാൻ പറ്റുന്നില്ല. പൈസ കൊടുത്താൽ ബസ്സിലെ കണ്ടക്ടർ പോലും മേടിക്കില്ല. അയാൾ പറയുന്നത് QR കോഡ് മതി എന്നാണ്. അതിനും എതിരെ അതിശക്തമായ പ്രതിഷേധങ്ങളും പ്രചരണങ്ങളും നടന്ന നാടാണ് നമ്മുടെ കേരളം. അതുകൊണ്ട് കേരളത്തിലുള്ളവർക്ക് ഈ പ്രതിഷേധം പുത്തിരിയല്ല. അതുപോലെയല്ലോ അഖിലേന്ത്യാ തലത്തിൽ ഈ പെട്രോളിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള വലിയൊരു സാമ്പത്തിക ശാസ്ത്രം നമ്മൾ ഇതോടനുബന്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതായത് ഇന്ത്യ അതിന്റെ ഇന്ധന ഉപയോഗത്തിൽ 85% ഇന്ധനവും വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുകയാണ്, ക്രൂഡ് ഓയിൽ എന്ന രൂപത്തിൽ. അങ്ങനെ ക്രൂഡ് ഓയിൽ ഇന്ത്യയിൽ കൊണ്ടുവന്ന് അത് പെട്രോളും ഡീസലും മണ്ണെണ്ണയും ഒക്കെ ആക്കി മാറ്റി ആണ് നമ്മൾ ഉപയോഗിക്കുക. അങ്ങനെ വരുന്ന ഈ പെട്രോളിന്റെ ഇറക്കുമതിയിൽ നേരിയ ഒരു കുറവ് വന്നാലും ലക്ഷക്കണക്കിന് കോടി രൂപയാണ് നമുക്ക് ലാഭം വരിക. അപ്പോൾ ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പെട്രോളില് ഒരു 20% എത്തനോൾ കലർത്തി എന്ന് പറഞ്ഞാൽ 20% ക്രൂഡ് ഓയിൽ ഇറക്കുമതിയാണ് ലാഭിക്കുന്നത്. ഇത് ഒരു തുടക്കം മാത്രമാണെന്നും 20% എന്നുള്ളത് വർദ്ധിപ്പിച്ച് 85% വരെ ആക്കാൻ കഴിയുമെന്നും
സാങ്കേതിക വിദ്യ കുറെ കൂടി പുരോഗമിച്ചാൽ, അതായത് വാഹന നിർമ്മാണ കമ്പനികൾ അതനുസരിച്ച് എഞ്ചിനിൽ മാറ്റം വരുത്താൻ സമ്മതിച്ചാൽ, തയ്യാറായാൽ 100% എത്തനോൾ ഉപയോഗിച്ച് വാഹനം ഓടിക്കാൻ കഴിയുമെന്നുമാണ് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി ഗഡ്കരി പറയുന്നത്. അപ്പോൾ ആ ഒരു വലിയ മാറ്റം വന്നാൽ നഷ്ടമാർക്കായിരിക്കും സംഭവിക്കുക, ലാഭമാർക്കായിരിക്കും ഉണ്ടാവുക. ഇത് വളരെ വ്യക്തമാണ്. ലാഭം ഇന്ത്യ മഹാരാജ്യത്തിനായിരിക്കും, നഷ്ടമോ ഇന്ത്യയിലേക്ക് ക്രൂഡ് ഓയിൽ കയറ്റുമതി ചെയ്യുന്ന 50ഓളം രാഷ്ട്രങ്ങൾക്ക് ആയിരിക്കും അതിന്റെ നഷ്ടം. കാരണം ഇന്ത്യയെ പോലെ ഇത്രയധികം ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന മറ്റൊരു രാജ്യം ചൈന മാത്രമാണ്. അപ്പോൾ ചൈനയും ഇന്ത്യയും കഴിഞ്ഞാൽ ലോകത്തെ മറ്റ് രാജ്യങ്ങളൊക്കെ വളരെ ചെറിയ രാജ്യങ്ങളായതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ക്രൂഡ് ഓയിൽ അധികം ഇറക്കുമതി ചെയ്യേണ്ടി വരുന്നില്ല. ഇപ്പൊ റഷ്യക്ക് ആവശ്യമായ ക്രൂഡ് ഓയിൽ അവരുടെ സ്വന്തം കയ്യിലുണ്ട്, അമേരിക്കയ്ക്ക് ആവശ്യമായ ക്രൂഡ് ഓയിൽ അവരുടെ സ്വന്തം നാട്ടിലുണ്ട്. പക്ഷേ മറ്റു രാജ്യങ്ങൾക്ക് ഇറക്കുമതി ചെയ്യേണ്ടി വരുമ്പോൾ ചൈനയും ഇന്ത്യയുമാണ് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത്. ആ സമയത്ത് നമ്മൾ ഈ പറയുന്ന പെട്രോളിനും ഡീസലിനും പകരം ഉപയോഗിക്കാൻ കഴിയുന്ന എത്തനോൾ ഡെവലപ്പ് ചെയ്യുന്നു, ഇപ്പൊ ഹൈഡ്രജൻ ഡെവലപ്പ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ പൂർണ്ണമായിട്ടും ഈ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ഒഴിവാക്കാൻ സാധിച്ചു എന്നിരിക്കട്ടെ, ഇന്ത്യക്കുണ്ടാകുന്ന സാമ്പത്തിക കുതിപ്പ് ചൈനയെയും മറ്റു രാജ്യങ്ങളെയും കടത്തിവെട്ടാൻ കഴിയുന്ന ഒരു വലിയ സാമ്പത്തിക മുന്നേറ്റമായിരിക്കും. അതുകൊണ്ട് ആഗോളതലത്തിലുള്ള ലോബികൾ ഇന്ത്യയുടെ സാമ്പത്തിക പുരോഗതിയെ തടയാൻ വേണ്ടി ഇത്തരം പെയ്ഡ് ന്യൂസുകൾ പടച്ചുവിടാൻ സാധ്യതയുണ്ട്. അത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ തകർക്കാൻ വേണ്ടിയുള്ള അന്താരാഷ്ട്ര ഗൂഢാലോചനകളാവാം എന്നുള്ള മട്ടിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. സാർ, അതില് ഒരു സംശയം, അദ്ദേഹത്തിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട ആരോപണം വന്നല്ലോ സാർ, അതുകൂടെ ഒന്ന് പറയാമോ? അതായത് ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ, ഏതൊരു ആധുനികമായ കാര്യങ്ങൾ വരുമ്പോഴും ഇതൊക്കെ ഇത് കൊണ്ടുവന്ന മന്ത്രിയുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അവർക്ക് ഇതിന് ലാഭമുണ്ട് എന്ന് പറയുന്ന ഒരു ശൈലിയുണ്ട്. ഞാൻ ചോദിക്കട്ടെ, GST വന്നു, രാജ്യം മുഴുവൻ എതിരായിരുന്നല്ലോ. എന്നിട്ട് GST നടപ്പാക്കിയപ്പോഴോ രാജ്യം മുഴുവൻ അനുകൂലമായല്ലോ. ഈ GST കൊണ്ടുവന്ന ആ ഇന്ത്യൻ ധനകാര്യമന്ത്രിയുടെ കുടുംബത്തിലേക്ക് GSTയുടെ ഏതെങ്കിലും അംശം പോകുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. 100% നമ്മുടെ ഖജനാവിലേക്കാണ് എന്ന് പറയുന്ന പോലെയുള്ള ആരോപണമേ ഉള്ളൂ ഇതും. ഇപ്പോൾ നമുക്കറിയാം, ലോകത്ത് അമേരിക്ക അടക്കം 100-ലധികം രാജ്യങ്ങളിലേക്ക് ആയുധങ്ങളും ആയുധത്തിന്റെ സ്പെയർ പാർട്സും കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആയുധങ്ങളും സ്പെയർ പാർട്സുകളും വാങ്ങുന്ന രാജ്യം അമേരിക്കയാണ്. അപ്പോൾ അമേരിക്ക അടക്കമുള്ളവർ ഇന്ത്യയുടെ ആയുധങ്ങൾ വാങ്ങുന്ന ഈ സമയത്ത് ഏതാണ്ട് 20-ലധികം കമ്പനികൾ ഇന്ത്യയിൽ ആയുധങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. അതിൽ ടാറ്റയുണ്ട്, റിലയൻസ് ഉണ്ട്, വൻകിട കമ്പനികളെല്ലാം തന്നെയുണ്ട്. അതിനെക്കുറിച്ചും വേണമെങ്കിൽ ഇങ്ങനെ പറയാം. അതായത് പ്രതിരോധ മന്ത്രിയുടെ വീട്ടുകാരാണ് ആയുധമെല്ലാം ഉണ്ടാക്കുന്നത് എന്നുള്ള ആരോപണം പറയാം. ആരോപണം പറയുന്നവർക്ക് തെളിവൊന്നും വേണ്ടല്ലോ. ആരോപണം തെറ്റാണെന്ന് തെളിയിക്കാൻ പോകുമ്പോഴല്ലേ തെളിവ് നിരത്തേണ്ടി വരുന്നത്. ഏതായാലും ഇന്നിപ്പോ സോഷ്യൽ മീഡിയയുടെയും AI-യുടെയും ഒക്കെ കാലഘട്ടങ്ങളിൽ വസ്തുതകൾ എന്താണ് എന്ന് ഏതൊരാൾക്കും പരിശോധിച്ചറിയാൻ മിനിറ്റുകൾ മാത്രം മതി. അതുകൊണ്ട് ഇത്തരം ആരോപണങ്ങളൊന്നും നിലനിൽക്കാൻ പോകുന്നില്ല. തൽപര കക്ഷികളുടെ വ്യാജ പ്രചരണമാണ് എന്ന് ഉടൻ തന്നെ തെളിയുകയും ചെയ്യും. സാർ, അദ്ദേഹത്തിന്റെ മകനോ മറ്റോ ആണ് ഇതിന്റെ കമ്പനി, എത്തനോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എത്തനോളിന്റെ പ്രൊഡക്ഷനൊക്കെയുള്ള എന്തോ ഒരു കമ്പനി ഉണ്ട് എന്നൊക്കെ പറഞ്ഞൊരു വാർത്തയും അതിന്റെ ചിത്രങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ടായിരുന്നു. അല്ല, അതില് സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന ഒരു ആരോപണം അല്ലാതെ, എത്തനോൾ എന്ന് പറയുന്നത് രാസവസ്തു അല്ല, അത് ഏതെങ്കിലും കമ്പനിയിൽ ഉണ്ടാക്കുന്നതും അല്ല. എത്തനോൾ ഉണ്ടാക്കുന്നത് കരിമ്പിൽ നിന്നാണ്. ഈ രാജ്യത്തെ ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ കരിമ്പ് കർഷകർ അവരുടെ കരിമ്പ് വെട്ടി വിൽക്കുമ്പോൾ ആ കരിമ്പിന്റെ നീര് എടുത്ത് ശർക്കരയും പഞ്ചസാരയും ഉണ്ടാക്കി കഴിഞ്ഞ് മിച്ചം വരുന്ന അതിന്റെ വേസ്റ്റിനെ സംസ്കരിച്ചെടുത്തിട്ടാണ് ഈ പറയുന്ന എത്തനോൾ ഉണ്ടാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കരിമ്പിന്റെ വേസ്റ്റ് ആണ് എത്തനോളായിട്ട് മാറുന്നത്. അതുകൊണ്ട് ഈ രാജ്യത്തെ കോടിക്കണക്കിന് കരിമ്പ് കർഷകർക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക. അല്ലാതെ ഏതെങ്കിലും ഒരു ഫാക്ടറിയിൽ എത്തനോൾ കൃത്രിമമായിട്ട് ഉണ്ടാക്കാൻ ആരെങ്കിലും ഫാക്ടറി സ്ഥാപിക്കുകയാണെങ്കിൽ അവിടെ സംഭവിക്കുന്നത് പെട്രോളിനേക്കാൾ കൂടുതൽ ചെലവ് വരും എത്തനോൾ ഉണ്ടാക്കിയെടുക്കാൻ. നേരെ മറിച്ച് പ്രകൃതി നേരിട്ട് തരുന്ന എത്തനോളിനെ സംസ്കരിച്ചെടുത്ത് ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത്. ശരിക്കും പറഞ്ഞാൽ കരിമ്പ് കർഷകർക്കാണ് ഇതിന്റെ പ്രയോജനം കിട്ടുക. പിന്നെ കരിമ്പിൽ നിന്ന് കിട്ടുന്ന അതിന്റെ വേസ്റ്റ് എത്തനോളാക്കി മാറ്റാനുള്ള കമ്പനി
അത് ഏതെങ്കിലും ഒരു കുടുംബത്തിന് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. ഇന്ത്യ മഹാരാജ്യം പോലെയുള്ള വലിയ ജനസംഖ്യയുള്ള ഒരു രാജ്യത്ത് ആവശ്യമായിട്ടുള്ള ഒരു എത്തനോൾ സപ്ലൈ ഏതെങ്കിലും ഒരു കുടുംബത്തിന് ഏറ്റെടുത്തിട്ട് ഒരു ഫാക്ടറി സ്ഥാപിച്ച് നടത്താവുന്ന കാര്യമല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഫാക്ടറി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നും ആ ഫാക്ടറിയുടെ പേരെന്താണെന്നും അതിന്റെ ഡയറക്ടർമാർ ആരാണെന്നും ഒക്കെ കമ്പനിയുടെ രേഖകൾ പരിശോധിച്ചുകൊണ്ട് ആർക്കെങ്കിലും ഈ സത്യം പുറത്തു കൊണ്ടുവരാമല്ലോ. അങ്ങനെ ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. വെറുതെ കാടടച്ച് വെടിവെക്കുന്ന പോലെ ഇതെല്ലാം നിതിൻ ഗഡ്കരി വീട്ടിലിരുന്ന് ഉണ്ടാക്കി വിടുന്ന ഒരു സാധനമാണ് എത്തനോൾ എന്നുള്ള മട്ടിൽ ഒരു പുകമറ സൃഷ്ടിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഏതായാലും സോഷ്യൽ മീഡിയ കൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ചില രസകരമായ സംഭവങ്ങൾ ഉണ്ടെന്നൂടെ നമുക്ക് ധരിക്കാം അല്ലേ. ഈ കളിക്കുന്നത് എല്ലാവരുടെ കൂടെയും കയറി അങ്ങ് ഒരുപോലെ കയറി കളിക്കുക എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഇരിക്കും അല്ലേ സാർ? തീർച്ചയായിട്ടും. അതുകൊണ്ടാണല്ലോ അദ്ദേഹം വെല്ലുവിളിച്ചത്. എത്തനോൾ ഉപയോഗിച്ച് എവിടെയാണ് പ്രശ്നമുണ്ടായത്, അങ്ങനെ പ്രശ്നമുണ്ടായ ഒരു വാഹനം കാണിക്കൂ എന്ന് അദ്ദേഹം വെല്ലുവിളിച്ചതുപോലെ നിതിൻ ഗഡ്കരിയുടെ ഏത് ഫാക്ടറിയിലാണ് ഈ പരിപാടി നടക്കുന്നത്, ആ ഫാക്ടറിയുടെ പേര് പറയാമോ എന്ന് ചോദിച്ചാൽ തീരാനുള്ളതേ ഉള്ളൂ ഈ ആരോപണവും. ആരോപണ വ്യവസായികളുടെ ഒരു പതിവ് കലാപരിപാടി എന്നതിൽ പരം ഈ ആരോപണത്തിന് യാതൊരു പ്രാധാന്യവും ഇല്ല. നന്ദി. താങ്ക് യു സാർ.